ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കല്ലൂൻ്റെ സ്കൂൾ പർച്ചേസിങ്ങിൻ്റെ സെക്കൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അതായത് സ്കൂളിൽ നിന്ന് കുറച്ച് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ വാങ്ങിക്കാൻ വന്നപ്പോൾ തിരക്ക് കണ്ടില്ലേ, ഇങ്ങനെ അതും ഇത് സ്കൂൾ സെക്ഷൻ മാത്രമാണ് കേട്ടോ. നമ്മൾ കൂടുതലും അലങ്കാരക്കേറിയ എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിക്കാമെന്ന് കരുതി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ സൂചി കുത്താൻ ഇടവില്ല എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് 2 പിള്ളേരോട് ഉള്ളതുകൊണ്ട് നല്ല പാടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ ചെന്നിട്ടാണ് ബാഗൊക്കെ വാങ്ങിച്ചത്. ഇത് തന്നെ കണ്ടില്ലേ, നമ്മൾ ബ്രൗൺ പേപ്പർ വാങ്ങിക്കാൻ കയറിയതാണ്. അപ്പോൾ അവർക്ക് ഈ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഈ റെഡാണ് ഇഷ്ടപ്പെട്ടത്. അതാണ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത്. ഇനി നമുക്ക് ബാക്കി പരിപാടികളുണ്ടല്ലോ. അത് മതി. ഏതാ വേണമെന്ന് നിനക്ക് എന്തോ വേണമെന്ന്? അതോ ആ ചേച്ചി എടുത്തോണ്ട് ചേച്ചിയുടെ ഇരിപ്പുണ്ട്. അതെന്തോന്നറിയാമോ, ഇതോ എന്തോ വേണമെന്ന്? ബാഗാണ്, ഇഷ്ടംപോലെ ബാഗുണ്ട്. ഏതാ വേണമെന്ന്? സ്പൈഡർമാനിന്റെ ബാഗ് മതിയോ? വലിപ്പം അടി കുഞ്ഞ്, ഭയങ്കര വലിപ്പം. ഇഷ്ടപ്പെട്ടോ? ഇത് മതിയോ? ഏതാ വേണം? ഉറപ്പാണല്ലോ. ഇത് വേണ്ട ഇപ്പോൾ? ഇല്ല, ഇത് മതി. ഒത്തിരി കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്ക് ഡോറ മിഠായി ഒക്കെ നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങിക്കാം. സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പുസ്തകം പൊതിയാനായിട്ടൊക്കെ ഇരുന്നത്. പുസ്തകം മാത്രമല്ല, ബുക്ക് എല്ലാം കൂടെ. അപ്പം ഇത് കുറച്ച് ഫ്രീ ആയിട്ട് മൈൻഡ് ഇരിക്കുന്ന സമയത്ത് 2 പേർ കൂടി ചേർന്ന് പൊതിയാന്ന് ചേട്ടൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ആണല്ലോ, നമ്മുടെ ഓർമ്മകളെ അയവിറക്കാം. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു പൊതിയാണ് കേട്ടോ. മലയാളം പുസ്തകം പഠിക്കൂ. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരു ടൈം ലാപ്സ് വെച്ചൊന്ന് കണ്ടു നോക്കിയാലോ. ആ സമയത്ത് കുറേ കാര്യങ്ങൾ എനിക്കിതൊന്നും മിസ് ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ കാണിക്കുന്നത്. നമ്മൾക്ക് എത്ര എന്നാലും ഇതൊരു കളക്ഷൻ അല്ലെങ്കിൽ ഓർമ്മയായിട്ട് എന്നും ഇവിടെ ഉണ്ടാവുമെന്നറിയാം. പിന്നെന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തുറന്നു നോക്കുക, അതിൻ്റെ മണം അതിങ്ങനെ കുറേ നേരം ആസ്വദിക്കുക. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ നമ്മുടെ എല്ലാം പരിപാടി. പക്ഷേ പണ്ടത്തെ ടെക്സ്റ്റിൻ്റെയൊക്കെ അത്ര ആ ഒരു മണമോ അങ്ങനെയുള്ളതൊന്നും എനിക്കിപ്പോൾ അത്ര ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതുപോലെ നെയിംസിൽ പൊട്ടിക്കായിരുന്നു അടുത്ത ജോലി. അതും ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് നാൾക്ക് ശേഷം ആയതുകൊണ്ട് 2 പേർക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയായിരുന്നു ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ കല്ലൂസിന് ഇഷ്ടപ്പെട്ട് കല്ലൂന് ഒട്ടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവളെ കൊണ്ട് എങ്ങനെയൊക്കെയോ ഒട്ടിപ്പിച്ചെടുത്തു. അവൾക്ക് ഒരു സന്തോഷത്തിന് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പേരൊക്കെ എഴുതി നെയിം സ്ലിപ്പൊക്കെ ഇട്ട്, പണ്ടിങ്ങനെ നെയിം സ്ലിപ്പിലൊക്കെ പേരെഴുതാൻ നമ്മൾ എഴുതത്തില്ലല്ലോ, അമ്മയുടെയോ പപ്പയോ കൊണ്ടോ ഒക്കെയായിരുന്നു എഴുതിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ എഴുതി കൊടുക്കുന്നത് പറയുമ്പം എന്തോ ഒരു പ്രൗഡ് മൊമെൻ്റ് എന്ന് പറയാം. പക്ഷെ അതിലുപരി നല്ല വിഷമമുണ്ട്. എങ്ങനെയായിരിക്കും മുന്നോട്ടെന്ന് ഇപ്പം എനിക്ക് ഡബ് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയാന്നറിയില്ല, അതേപോലെ വിഷമം വരുന്നുണ്ട്. എന്തായാലും ബാക്കി ഫസ്റ്റ് ഡേ കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത വ്ളോഗിലൂടെയൊക്കെ കാണാം. താങ്ക് യു.